പല ആളുകളും പറയും, ഉസ്താദെ വീട്ടിൽ ദാരിദ്ര്യമാണ്, വീട്ടിൽ പട്ടിണിയാണ്, വീട്ടിലൊരു ഐശ്വര്യമില്ല, വീട്ടിലൊരു ബറക്കത്തില്ല, വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണ്, വീട്ടിലെപ്പോഴും വഴക്കാണ്, ഇങ്ങനെ പല പ്രയാസങ്ങൾ പറയുന്നവരുണ്ട്. ഈ പ്രയാസങ്ങൾക്ക് എല്ലാത്തിനും കൂടി പറയുന്ന പേരാണ് ദാരിദ്ര്യം. ഈ ദാരിദ്ര്യം വരുന്നത് 11 വഴികളിലൂടെയും ദാരിദ്ര്യം മാറ്റാൻ 3 പ്രധാനപ്പെട്ട ഒരു മാർഗവുമുണ്ട്. ഇൻഷാ അല്ലാഹ് ദാരിദ്ര്യം വരുന്ന 11 കാര്യങ്ങളും ദാരിദ്ര്യം മാറ്റാനുള്ള 3 വഴികളും വേഗത്തിൽ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഒരുപാട് പേര് ദുആ വസിയ്യത്തായി നമ്മുടെ കമന്റുകളിലും അല്ലാതെയുമൊക്കെ പറയുന്ന എഴുതുന്ന ഒരു കാര്യമാണ്. ഉസ്താദെ ഒരുപാട് പ്രശ്നമാണ്, സമ്പത്തില്ല, കാശില്ല, അതുപോലെ വീടിൻ്റെ പണി പൂർത്തിയാകുന്നില്ല, മക്കളിൽ ഒരു ഖൈറില്ല, പ്രത്യേകം ദുആ രക്കണേ എന്നൊക്കെ പറയാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടല്ല മഹാന്മാർ പറയുന്നത്, ഇങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് ദാരിദ്ര്യം. ദാരിദ്ര്യം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്നത് കഴിക്കാനൊന്നുമില്ലാത്ത അവസ്ഥ ദാരിദ്ര്യം അല്ല. കഴിക്കാനൊന്നുമില്ല, കുടിക്കാനൊന്നുമില്ല, ധരിക്കാനൊന്നുമില്ല, അതൊക്കെ ദാരിദ്ര്യത്തിന്റെ ഒരു വശമാണെങ്കിൽ, നമുക്ക് കഴിക്കാനുണ്ട്, കുടിക്കാനുണ്ട്, നമുക്ക് താമസിക്കാൻ വീടുണ്ട്, പക്ഷെ എന്നിട്ടും നമുക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും മാറുന്നില്ല എങ്കിൽ മനസ്സിലാക്കിക്കോ, ദാരിദ്ര്യം നമ്മുടെ വീട്ടിലുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ മാറ്റേണ്ട, നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റേണ്ട, പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ നിന്നും മാറ്റേണ്ട 11 കാര്യങ്ങൾ. ഈ 11 കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം വിട്ടുമാറാത്തത്, നമ്മുടെ ജീവിതത്തിൽ ഖൈറില്ലാത്തത്. അപ്പോൾ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരു 11 കാര്യങ്ങൾ പറഞ്ഞു തരുകയാണ്. ഇതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ദാരിദ്ര്യം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് മഹത്തുക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 11 കാര്യങ്ങളാണ് വേഗത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായി, അമിതമായി ഉറങ്ങുക. പകലിൽ രാവിലെ 6 മണിക്ക് കിടന്നാൽ പിന്നെ വൈകിട്ട് 6 മണിക്ക് എഴുന്നേക്കുന്ന തരത്തിൽ എപ്പോഴും ഉറക്കം. ഇതെന്താണ്? ദാരിദ്ര്യം വിളിച്ചു വരുത്താൻ ഇതിനേക്കാൾ വലിയൊരു കാര്യം വേറെ ചെയ്യേണ്ടി വരില്ല. എപ്പോഴും ഉറക്കം. അത് ചില രോഗാവസ്ഥകളുണ്ട്, രോഗാവസ്ഥകളല്ല ഇവിടെ പറഞ്ഞത്. വെറുതെ ഒരു പണിയില്ല, അപ്പൊ കിടന്ന് ഉറങ്ങിയേക്കാം, അങ്ങനെ ഉറങ്ങുക, സമയം വെറുതെ ഉറങ്ങിക്കളയുക. ഇതെന്താണ്? ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുമെന്ന് മഹത്തുക്കൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജനാപത്തുകാരൻ, ജനാപത്തുകാരി, വലിയ അശുദ്ധിക്കാരൻ, വലിയ അശുദ്ധിക്കാരി, ഇവരെന്ത് ചെയ്യുക? കുളിക്കാതെ, രാത്രി ചിലപ്പോൾ ശാരീരികമായ ബന്ധം ഉണ്ടായിട്ട് കുളിക്കാതെ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക. അതായത് ജനാപത്തുകാരൻ, ജനാപത്തുകാരി, അത് രാത്രിയാവട്ടെ പകലാവട്ടെ, ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് കുളിക്കാതെ ഭക്ഷണം കഴിക്കാൻ, ചിലപ്പോൾ അബദ്ധവശാൽ കഴിച്ചുപോയി, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഒന്ന് കഴിച്ചുപോയി, അതല്ല ഇവിടെ പറയുന്നത്. സ്ഥിരമായി ഇത് തന്നെയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാകും? ദാരിദ്ര്യമുണ്ടാകും. അത് സൂക്ഷിക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ പാത്രത്തിൽ നിന്നോ കയ്യിൽ നിന്നോ താഴേക്ക് വീണു പോകുന്ന ഭക്ഷണ സാധനങ്ങൾ അത് ഒരു ലാഘവത്തോടെ അതവിടെ കിടക്കട്ടെ, ഇപ്പൊ നമുക്കെന്താ എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരമാക്കുന്നത് ദാരിദ്ര്യമുണ്ടാക്കും. അള്ളാഹു കാക്കുമാറാവട്ടെ. നാലാമത്തേത്, വീടിൻ്റെ ഉള്ളിൽ തന്നെ ചപ്പ് ചവറുകൾ കൂട്ടിവെക്കുക. ഒരു പ്രത്യേകിച്ച് ഒരു റൂമിലാണെങ്കിൽ, ഒരു റൂമിൽ നമ്മൾ എന്തെങ്കിലും ബിസ്ക്കറ്റ് കഴിച്ചു, ബിസ്ക്കറ്റിന്റെ കവർ അവിടെയുണ്ട്, ഒരു പഴം കഴിച്ചു, പഴത്തിന് കവർ ഇവിടെ കിടക്കുന്നു, ചിലപ്പോൾ എന്തെങ്കിലും എഴുതി ശരിയായില്ല, പേപ്പർ ചുരുട്ടി അവിടെ ഇടുന്നു. ഇങ്ങനെ റൂമിൽ നോക്കിയാൽ അല്ലെങ്കിൽ വീട്ടിൽ നോക്കിയാൽ എല്ലാ സ്ഥലത്തും അവിടെ ഇവിടെയൊക്കെ ചപ്പ് ചവറുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. ഇതെന്തുണ്ടാക്കും? ദാരിദ്ര്യമുണ്ടാക്കും. അപ്പൊ ചോദിക്കും, ഉസ്താദെ അങ്ങനെയാണെങ്കിൽ ഈ ചപ്പ് ചവറുകൾ കൂട്ടിയിടാൻ വേണ്ടിയല്ലേ ബാസ്ക്കറ്റ് വെച്ചിരിക്കുന്നത്, വേസ്റ്റ് ബാസ്ക്കറ്റ്, അത് ഞങ്ങളുടെ റൂമിന്റെ ഒരു മൂലയിലുണ്ട്, അപ്പൊ ദാരിദ്ര്യം ഉണ്ടാകുമോ? അങ്ങനെയല്ല പറഞ്ഞത്. അത് നമുക്ക് എന്താണ്? വേസ്റ്റുകൾ ഒന്നിച്ചിടാനുള്ള ഒരു സംവിധാനമാണ്. അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. അതല്ലാതെ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു വേസ്റ്റായ സാധനം ഉണ്ടെങ്കിൽ അത് അവിടെ ഇടും, ഇത് ഇവിടെ ഇടും, അത് അവിടെ ഇടും, അതിങ്ങനെ ഇടും. അതെന്താണ്? ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്, ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു മുറി അടിച്ചിട്ട് ആ മുറിയുടെ മൂലയിൽ കൂട്ടിയിടും, മറ്റൊരു മുറി അടിച്ചു വാരി അവിടെ കൂട്ടിയിടും. പ്രത്യേകിച്ച് ഉമ്മമാർ അങ്ങനെ ചെയ്യുന്ന പതിവുണ്ടെങ്കിൽ അത് മാറ്റണം. എല്ലാം കൂടി നമ്മൾ അടിച്ചു കൂട്ടി ഒരു സ്ഥലത്ത് വെക്കുകയും അത് ഉടൻ തന്നെ വാരിക്കളയുകയുമാണ് ചെയ്യേണ്ടത്. അഞ്ചാമതായി പറയുന്നു, നിസ്കാരത്തെ നിസ്സാരമാക്കുക. അസ്ർ നിസ്കാരമല്ലേ, ഇനിയും സമയം കിടക്കുന്നു, ഐശായല്ല, സുബഹി വരെ സമയമുണ്ടല്ലോ. ഇങ്ങനെ നിസ്കാരത്തെ നിസ്സാരമാക്കുന്ന ആളുകളുണ്ട്. ശ്രദ്ധയില്ല, നിസ്കരിച്ചാൽ തന്നെ ശ്രദ്ധയില്ല, അവിടെ ഇവിടെയൊക്കെ ചിന്തിച്ചൊക്കെ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞ് ഉടനെ എഴുന്നേറ്റു പോകുന്ന ആളുകളുമുണ്ട്. ഒന്ന് സുബ്ഹാനല്ലയോ അല്ലെങ്കിൽ അൽഹംദുലില്ലയോ ഒന്നും പറയേണ്ട, നിസ്കാരം കഴിഞ്ഞ് ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്നെങ്കിലും അവിടെ ഇരുന്ന് പറയാൻ പറ്റാത്ത ആളുകളുണ്ട്.
വെറുതെ ഒന്നും പറയേണ്ട, വെറുതെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്ന് നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ എഴുന്നേറ്റ് പോകുന്നവർ, നിസ്കാരത്തെ അശ്രദ്ധമാക്കുന്നവർ, ഇതെന്താണ്? ദാരിദ്ര്യമുണ്ടാക്കും. നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ആറാമത്തെ കാര്യം, അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് പള്ളികൾ. പള്ളികളിൽ നിന്നും വേഗത്തിൽ എഴുന്നേറ്റ് പോകുന്നു. അതുപോലെ അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു സംഗതിയാണ് അങ്ങാടി, മാർക്കറ്റിൽ പോയി ഒരുപാട് സമയം വെറുതെ ഇരിക്കുക. ചില ആളുകളുണ്ട്, അവർക്ക് രാവിലെ എഴുന്നേറ്റാൽ കുളിച്ചൊരുങ്ങി നേരെ പോകും അവരുടെ അടുത്തുള്ള ജംഗ്ഷനിലോ മാർക്കറ്റിലോ അങ്ങാടിയിലോ പോയി അവിടെ ഒരു കസേര എന്തെങ്കിലും ഒരു ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, അവിടെ പോയി വെറുതെ ഇങ്ങനെ ഇരിക്കും, ഒരു പണിയില്ല. കച്ചവടക്കാരനാണെങ്കിൽ കുഴപ്പമില്ല, കച്ചവടം ചെയ്യാൻ വന്നതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി എടുക്കാൻ വന്നവനാണെങ്കിൽ അവൻ ജോലി എടുക്കാൻ വന്നവനാണ്. ഇത് വെറുതെ ഒന്നുമില്ല, അവിടെ ഇങ്ങനെ വായി നോക്കിയിരിക്കുക. ഇതെന്താണ്? ദാരിദ്ര്യമുണ്ടാക്കും. ആവശ്യത്തിന് പോകുന്ന കാര്യമല്ല പറഞ്ഞ, അനാവശ്യമായി അങ്ങാടികൾ, മാർക്കറ്റുകൾ, ജംഗ്ഷനുകൾ, കവലകൾ അവിടെ പോയിരിക്കുന്നത് ദാരിദ്ര്യമുണ്ടാക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകാതെ കിടന്നുറങ്ങുക. ചില ഉമ്മമാര് രാവിലെ മുതലേ ഇങ്ങനെ ജോലിയായിരിക്കും, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പാത്രം എന്ത് ചെയ്യും? ആ സിങ്കിൽ കൊണ്ടുപോയി വെച്ച് നടുവേദനയൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ കഴുകാമെന്ന് പോയി കിടക്കുന്ന ആളുകളുണ്ട്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നാളെ കഴുകിയാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്ത് ചെയ്യണം? ഒന്ന് വെള്ളമെങ്കിലും ഒഴിച്ചു വെക്കണം. അതിങ്ങനെ ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടം പറ്റിപ്പിടിച്ചിരിക്കുന്നത്, പാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്, അത് ദാരിദ്ര്യം ഉണ്ടാക്കും. അള്ളാഹു കാക്കുമാറാവട്ടെ. അപ്പോൾ ആ സിങ്കിലാണ് വെക്കുന്നതെങ്കിൽ സിങ്കിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വെക്കുക, അല്ലെങ്കിൽ പരമാവധി കഴുകിയിട്ട് കിടക്കുക. ഇത് സ്ഥിരമായി കഴുകാതെ കിടക്കുന്നതാണ് ഈ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യം. വല്ലപ്പോഴും എന്തെങ്കിലും അസുഖം വന്നു, നടുവേദന വന്നു, തലവേദന വന്നു, നാളെ കഴുകാം, അതല്ല ഇവിടെ പറഞ്ഞത്. സ്ഥിരമായി അവരുടെ ആ ഒരു ശീലം അങ്ങനെ തന്നെയാണ്, അതുണ്ടാവാൻ പാടില്ല. പാത്രമൊക്കെ കഴുകി അത് കമിഴ്ത്തി വെക്കുകയോ അല്ലെങ്കിൽ അത് ചാരി വെക്കുകയോ ചെയ്തിട്ട് വേണം കിടക്കാൻ. അതുപോലെ തന്നെ എട്ടാമത്തെ കാര്യം, ദുആ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാതിരിക്കൽ. നമുക്ക് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്ന് പോലും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അങ്ങനെയൊന്നും അറിയില്ലെങ്കിൽ പഠിച്ചോൻ എൻ്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ, എൻ്റെ വാപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ, മരണപ്പെട്ടവരാണെങ്കിൽ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ, ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ആഫിയത്ത് കൊടുക്കണേ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ദുആ ചെയ്താലും മതി. നമ്മൾ എപ്പോഴൊക്കെ ദുആ രക്കുന്നോ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും ദുആ രക്കണം. ഇല്ല എങ്കിൽ ദാരിദ്ര്യം വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല, തനിയെ വന്നോളും. ഒൻപതാമത്തേത്, നിസ്കാരമില്ലാത്ത, ഖുർആൻ ഓതാത്ത വീടുണ്ടോ, ദാരിദ്ര്യം വണ്ടി വിളിച്ചു വരുമെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. ആ വണ്ടി വിളിച്ചു വരുമെന്ന്, അതുപോലെ അതായത് ഒരു സംശയവുമില്ല, ദാരിദ്ര്യം വന്നുകൂടും. നിസ്കരിക്കാത്ത ആളുകൾ ഉള്ള വീട്, അതുപോലെ തന്നെ ഖുർആൻ ഓതാത്ത വീട്. ഒരു ദിവസം ഒരു പേജെങ്കിലും നമ്മൾ ഖുർആൻ ഓതാൻ, ഒരു യാസീൻ നമ്മൾ സാധാരണ ഓതാറുണ്ടല്ലോ, അല്ലെങ്കിൽ വാക്യം ഓതാറുണ്ട്, മുൽക്ക് ഓതാറുണ്ട്, അതെങ്കിലും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക. ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക, അതായത് ഇപ്പോഴത്തെ ഫാഷനാണല്ലോ, സ്പൂൺ ഉണ്ടാകും, കോർക്കുണ്ടാകും, കത്തി ഉണ്ടാകും. വലത് കൈ കൊണ്ട് കത്തി അതിങ്ങനെ അറുക്കുന്നു, അതുപോലെ ഇങ്ങനെ ചെത്തിയെടുക്കുന്നു ഭക്ഷണം ഇങ്ങനെ ചെത്തിയെടുത്തിട്ട് ഇടത് കൈ കൊണ്ട് ആ സ്പൂണിൽ കോരിയോ അല്ലെങ്കിൽ കുത്തിയോ ഇടത് കൈ കൊണ്ട് കഴിക്കുന്നു. അതെന്താണ്? ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ അത്തരത്തിൽ നമ്മൾ പഠിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇടത് കൈ കൊണ്ടല്ല കുടിക്കേണ്ടത്, വലത് കൈ കൊണ്ടാണ് കുടിക്കേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഇടത് കൈ കൊണ്ട് കുടിക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ ഒരു താങ്ങെങ്കിലും വലത് കൈ കൊണ്ട് നമ്മൾ കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. 11ാമത്തേത്, ദാരിദ്ര്യമുണ്ടാക്കുന്ന 11ാമത്തെ കാര്യം, അമിതമായി വ്യയം ചെയ്യുക. ഒരു ലൈസൻസും ഇല്ല, ഒരു സാധനം വാങ്ങിയാൽ അതിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഒരു സാധനം ഇങ്ങനെ ഒരുപാട് വാങ്ങിക്കൊണ്ടിരിക്കും. ധനം ചിലവഴിച്ചാൽ അമിതമായി ചിലവഴിക്കുന്ന അവസ്ഥ. ഇനിയോ പിശുക്കാണെങ്കിൽ ഭയങ്കര പിശുക്ക്, വീട്ടിലുള്ള ഒരു സാധനവും വാങ്ങില്ല, തീർന്നാൽ ഭാര്യ ഇങ്ങനെ പറഞ്ഞ് മടുക്കും. മക്കൾക്കൊരു നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കില്ല, സ്വന്തമായിട്ടൊരു വസ്ത്രം വാങ്ങില്ല, കീറിപ്പറഞ്ഞ വസ്ത്രമായിടുന്നത്, എന്നാൽ നല്ല കാശുണ്ട്. ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നവരെ ദാരിദ്ര്യം വരും. അമിതമായി വ്യയം ചെയ്യുന്നവരെ അവർക്കും ദാരിദ്ര്യം ഉണ്ടാകും. അപ്പോൾ ഈ 11 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അശ്രദ്ധമായോ ശ്രദ്ധിച്ചോ നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇനി ദാരിദ്ര്യം മാറാൻ 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, സൂറത്തുൽ വാഖിഅ. സൂറത്തുൽ വാഖിഅ എല്ലാ ദിവസവും ഇശാ മഗ്‌രിബിന്റെ ഇടയിലോ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമോ ഓതാൻ നമ്മൾ മറന്നു പോവണ്ട. രണ്ടാമത്തേത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ,
ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ. ദാരിദ്ര്യം എന്ന് പറയുന്ന രോഗത്തെ ഭയക്കുന്നവരുണ്ടോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ നിത്യമായി കഴിയുന്നത് പോലെ ചൊല്ലിക്കോ, ദാരിദ്ര്യം മാറുന്നതാണ്. മൂന്നാമത്തേത്, ഒരുപാട് സ്വലാത്തുകൾ, അറിയാവുന്ന സ്വലാത്തുകൾ ഒരുപാട് പറഞ്ഞിട്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഈ 3 സൊല്യൂഷനുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ പറയപ്പെട്ട 11 കാര്യങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക. ഈ 3 കാര്യങ്ങൾ നിത്യമാക്കുക. ദാരിദ്ര്യം പമ്പ കടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ രോഗങ്ങൾ ശിഫയാവണം. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്താലോ? എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ യശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ യശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ യശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ യശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ യശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ യശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ യശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ യശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ യശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ യശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ യശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ യശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ യശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ യശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ യശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. അപ്പോൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പതിവായിരുന്നു, ദ്വാരക്കുന്നതിന് മുമ്പ് നബിതങ്ങൾ എന്ത് ചെയ്യും? സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദ്വാരക്കുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ? നമ്മൾ ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് ദ്വാരെന്നാൽ വേഗത്തിൽ അല്ലാഹു തആല, ഒന്നുകൂടി വേഗത്തിൽ അല്ലാഹു തആല ആ ദ്വാ സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദ്വാരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഒന്ന് ചോദിക്കോ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ.
آمين. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ, അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ. ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ്, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും നീ നൽകണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാര്, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര് ആരെല്ലാം ഉണ്ട്, എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ്, ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ, മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ, എല്ലാ വലുതും ചെറുതുമായ, രഹസ്യവും പരസ്യവുമായ അല്ലാഹുവേ, എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട്, കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അല്ലാഹുവേ, ആദാബാകുന്ന മഴയെ തൊട്ട് കാക്കണേ അല്ലാ. ഷർറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട്, അല്ലാഹുവേ പടച്ചവനെ, വെയിലിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. മഴ നീ ഞങ്ങൾക്ക് അദാബാക്കല്ലേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.
അൽഹംദുലില്ലാ. വ്യത്യസ്തമായ ഇത്തരം വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൽ വരുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റുകൾ ആരെല്ലാം എഴുതുന്നുണ്ടോ, രേഖപ്പെടുത്തുന്നുണ്ടോ, അല്ലാതെ ദുആ വസിയത്ത് പറയുന്നുണ്ടോ, എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.